മോളെ മധുരം എടുക്കണ്ടേ? മധുരം ഫ്രിഡ്ജിലുണ്ട് ചേച്ചിയമ്മ. മധുരമാണെങ്കിലും മധുരമുള്ള ഓർമ്മകളാണെങ്കിലും അതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നത് നല്ലതല്ലേ? ഓ അത് നല്ലതാ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവും. എന്റെ മോളെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? ചുമ്മാ ചോദിച്ചതാ. ഇതൊക്കെ ഈ നടേശ സാറിന്റെ ഓരോ തമാശകളാണെന്നേ. എന്തുണ്ട് ദേവിക ചേച്ചി വിശേഷം? എന്തായാലും ചേച്ചി വന്നല്ലോ. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ചന്ദ്രൻ. എന്നാ പിന്നെ വിളക്ക് കത്തിക്കാം, എന്നിട്ട് കേക്ക് മുറിക്കാം. ചന്ദ്രമോളുടെ അച്ഛൻ പറഞ്ഞതുപോലെ മോളും ദേവികയും കൂടെ ചേർന്ന് വിളക്ക് അങ്ങോട്ട് കത്തിക്കേ. എന്റെ സുധിയേട്ടന്റെ ചിത്രത്തിന് മുന്നിൽ തിരി തെളിക്കാനുള്ള അവകാശം എനിക്ക് മാത്രം. അതെ, അതിനകത്ത് വേറെ ആരുടെയും പാർട്ണർഷിപ്പ് വേണ്ട. അതുതന്നെയാണ് അതിന്റെ ശരി. വിളക്ക് ദേവിക മോള് കത്തിച്ചാ മതി. കൈവിളക്കിൽ കൈപിടിക്കാൻ വേറെ ആരും വേണ്ട. എന്റെ മോളും കൂടെ ചേർന്ന് തിരി കത്തിച്ചാൽ എന്താ പ്രശ്നം? അത് വേണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ചുമ്മാ പോലീസിന് മുകളിലാണ് പട്ടാളം, അത് ഓർത്താ മതി. മനോഹരേട്ട, വെറുതെ ഒരു വഴക്ക് വേണ്ട. ചന്ദ്രലേഖയും കൂടെ ചേർന്ന് കത്തിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. ചടങ്ങ് കഴിഞ്ഞാൽ നമുക്കങ്ങ് പോവാലോ. വെറുതെ ആളാകാൻ വായിത്തോന്ന് പറഞ്ഞാലുണ്ടല്ലോ, വേറെ വീടാൻ നോക്കത്തില്ല, അടിച്ച് നിന്റെ ചെവിക്കല്ല പൊട്ടിക്കും. നിന്റെ മകന്റെ ചിത്രമല്ലേ അത്? മരുമകളോടുള്ള വൈരാഗ്യം തീർക്കാൻ മകനെ പോലും മറക്കുന്ന വിഷവിത്ത്. അളിയൻ തന്നെ ദേവിക മോളുടെ കൈ കൊടുക്ക്. ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി. എന്നാ പിന്നെ കേക്ക് മുറിക്കാം. ദേവികയും എന്റെ ചന്ദ്രമോളും ചേർന്ന് കേക്ക് മുറിക്കട്ടെ. ഭൂമിയിൽ ഇല്ലാണ്ടായി പോയത് എന്റെ ഭർത്താവാ. അദ്ദേഹത്തെ ഓർത്ത് കേക്ക് മുറിക്കാനോ മധുരം നുണയാനോ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ആ കേക്ക് ചന്ദ്രമോള് മുറിച്ച് നടേശൻ സാറിന്റെ നാവിൽ വെച്ച് തരും. അത് മതി. നമുക്ക് മുറിക്കാം മോളെ, ബാക്കിയൊക്കെ പിന്നെ. വാ.
ഇനിയാണ് പ്രധാന ചടങ്ങ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നു. എന്റെ മകൾ ചന്ദ്രലേഖയുടെയും ഈ നിൽക്കുന്ന സിദ്ധാർത്ഥന്റെയും വിവാഹം അടുത്ത മാസം ഉണ്ടാകും. ഞാനതങ്ങ് ഫിക്സ് ചെയ്തു. ഈ പറഞ്ഞ സിദ്ധാർത്ഥൻ ഞാൻ തന്നെയാണോ? അതോ ഇവിടെ വേറെ ഏതെങ്കിലും സിദ്ധാർത്ഥൻ നിൽപ്പുണ്ടോ? ഇടം വരുമോനെ നീ തന്നെ. നമ്മൾ ആലോചിച്ച് തീരുമാനം എടുത്തതല്ലേ. ഇങ്ങനൊരു ചടങ്ങ് നടത്തി അനൗൺസ് ചെയ്യണമെന്ന് മരുമോൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോ ദേവികയ്ക്ക് സന്തോഷം ഉണ്ടാകുമെന്നും പറഞ്ഞില്ലേ? ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളല്ലേ മരുമോനെ ആകാശത്തോടെ പറന്നു പോകുന്നത്. അപ്പോ ദേ നമ്മളിതങ്ങ് ഉറപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് സിദ്ധു. ദേവിക്ക് ഞാൻ അയ്യോ, ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. രാജാ, ആ സംഭവം ഇങ്ങെടുത്തേ. എന്താ അത്? ചവക്കച്ചയോ പൊന്നാടയോ? പൊന്നാട. ആ, പൊന്നാടെങ്കിൽ പൊന്നാട ഇങ്ങോട്ട് വാ. തങ്ക കൊടുത്തേ നമുക്കിന്ന് പൊന്നാടിക്കാം. എന്റെ മകൾക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി സ്വന്തം മകന്റെ ഹൃദയം ദാനം ചെയ്ത ഈ ഹൃദയാലുവിന് പഴയ DYSP നടേശൻ സാറിന്റെ വക ഒരു പൊന്നാട കിടക്കട്ടെ.